നാറൂട്ടോ ദ മൂവി നിഞ്ച ക്ലാഷ് ഇൻ ദ ലാൻഡ് ഓഫ് സ്നോ. ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത് നാറൂട്ടോയുടെ 101 എപ്പിസോഡ് കഴിഞ്ഞാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ഗാരയുടെ ആ ഒരു ബാറ്റിലൊക്കെ ഇല്ലായിരുന്നു നാറൂട്ടോ ആയിട്ട്, അത് കഴിഞ്ഞാണ് നേരെ ഈ കഥയുടെ സെറ്റിങ്സ് വരുന്നത്. കഥയുടെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ടീം 7ന്റെ ഒരു മിഷനാണിത്. അതായത് ഫേമസ് ആക്ട്രസ് ആയിട്ടുള്ള യൂക്കിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യവുമായിട്ട് ടീം 7 പോകുന്ന ഒരു ജൈത്ര യാത്ര. ഈ ഒരു യാത്രക്കിടയിൽ ടീം 7, അതായത് നമ്മുടെ നാറൂട്ടോ ഉസുമാക്കി, സാസ്കെ ഉച്ചിഹ, സാക്കുറോ, പിന്നെ നമ്മുടെ കക്കാഷി സെൻസയും കൂടെ കുറെ നിഞ്ചാസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കഥ മുൻപോട്ട് പോകുമ്പോൾ ഹോപ്പും ഡെസ്പെയറും ഫ്രീഡവും ഡെസ്റ്റിനിയും എല്ലാം കുത്തടങ്ങുന്ന ഒരു ഫ്രോസൺ വേൾഡ് ഓഫ് സ്നോയിൽ നടക്കുന്ന ഒരു കഥയായിട്ട് ഇതിനെ സമറൈസ് ചെയ്യാം. ഈ ഒരു സിനിമ തുടങ്ങുന്നത് തന്നെ നാറൂട്ടോയും കൂട്ടുകാരും, അതായത് സാസ്കയും സാക്കുറോയും കൂടെ ചേർന്ന് ഒരു മൂവി കാണുകയായിരുന്നു. അവർ കണ്ടിരുന്ന ആ മൂവിയിലെ ആക്ട്രസ് അവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആക്ട്രസ് ആയിട്ടുള്ള യൂക്കിയാണ്. സോ അങ്ങനെ ഇരിക്കെ അവരെ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയും നാറൂട്ടോ ആ ഒരു യൂക്കിനെ ഭയങ്കരമായിട്ട് ഗ്ലേസ് ചെയ്തിട്ട് ആരെയും നിന്നെ കിട്ടാൻ മോഹിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ നാട്ടിലേക്ക് യൂക്കി ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറെ കെയോസും കുറെ ഇടിയും വഴക്കും ഒരു കോമിക് വേയിൽ കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടീം 7 ഒരു മിഷൻ കിട്ടുന്നത്. ഇവരുടെ മിഷൻ എന്ന് പറയുന്നത് യൂക്കി, അതായത് ഈ പറഞ്ഞ ആക്ട്രസിനെ ലാൻഡ് ഓഫ് സ്നോ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് എസ്കോർട്ട് ചെയ്യുകയുള്ളതാണ്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്, യൂക്കിക്ക് ആ ഒരു സ്ഥലത്തോട്ട് പോകാൻ ഇഷ്ടമല്ല. അവൾ ആ സ്ഥലത്തെ പറ്റി ഭയങ്കര ഒരു ഫിയറോട് കൂടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിലെ ആൾക്കാരെയൊക്കെ വെട്ടിച്ച് അവൾക്ക് ആ സ്ഥലത്ത് പോകുവാൻ താല്പര്യമില്ലാത്ത രൂപയിൽ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഷൂട്ടിങ്ങിന്റെ ആൾക്കാരുടെ ഇടയ്ക്ക് നിന്നൊക്കെ വെട്ടിച്ച് ഓടിക്കേറി വന്നപ്പോഴാണ് നമ്മുടെ നാറൂട്ടോയും സാസ്കയൊക്കെ ഇവരെ കാണുന്നത് തന്നെ. സോ ഇതെല്ലാം മനസ്സിലാക്കിയ കക്കാഷി എന്തോ ഒരു പേടി മാത്രമല്ല, എന്തോ യൂക്കിക്ക് ഒരു സീക്രട്ട് ട്രോമാറ്റിക് ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നും സെൻസ് ചെയ്യുന്നുണ്ട് കക്കാഷി സെൻസൈ. എന്നിരുന്നാലും ടീം 7ന്റെ ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് യൂക്കി അങ്ങനെ എഗ്രി ചെയ്യുകയാണ് അവിടെ പോയി ഷൂട്ട് ചെയ്യാമെന്ന്. അങ്ങനെ അവരെല്ലാം കൂടെ ആ ഒരു ലാൻഡ് ഓഫ് സ്നോയിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഒരു ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോഴേക്കും അവിടുന്ന് കുറച്ച് വില്ലന്മാരിങ്ങനെ വരികയാണ്. എടുത്തു പറയുകയാണെങ്കിൽ ഒരു ചക്ര ആർമർ ധരിച്ചിരിക്കുന്ന കുറേ വില്ലന്മാർ, സ്നോ ക്ലാഡ് നിഞ്ച എന്ന് വേണമെങ്കിൽ പറയാം. ഈ വില്ലന്മാരുടെ നേതാവാണ് ഡോട്ടോ. ഉടൻ തന്നെ കക്കാഷിയും ബാക്കിയുള്ള ടീമും, അതായത് നാറൂട്ടോയും സാസ്കെ എല്ലാം കൂടെ ചേർന്നിട്ട് റസെങ്കാനും ജിഡോരി ഒരു ടീം വർക്കും ഒക്കെ എല്ലാം ചെയ്തിട്ട് ബാക്കിയുള്ള വില്ലന്മാരെല്ലാം ഫൈറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. സോ ഈ ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ എതിരാളികളായി നിൽക്കുന്ന വില്ലന്മാർ കക്കാഷിയെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, കുറെ ആയാലും കണ്ടിട്ട് ഇത്തവണ നീ കഴിഞ്ഞ തവണത്തെ പോലെ ഓടിപ്പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കക്കാഷി ഇവരും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് കാഴ്ചക്കാർക്ക് മനസ്സിലാവുന്നതാണ്. എന്നിരുന്നാലും ആദ്യത്തെ എൻകൗണ്ടറിൽ നമ്മുടെ നാറൂട്ടോ ടീം ജയിച്ചെന്ന് തന്നെ പറയാം. ബട്ട് ഇവഞ്ച്വലി നമ്മുടെ യൂക്കിനെ ഡോട്ടോയുടെ ആൾക്കാർ ക്യാപ്ചർ ചെയ്യുകയാണ്. സോ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക്, അതായത് ഫസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞപ്പോഴാണ് വെയിൻലി വേറൊരു സീക്രട്ട് റിവീൽ ചെയ്യുന്നത്. നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള യൂക്കിയുടെ റിയൽ നെയിം പ്രിൻസസ് കോയിക്കി എന്നായിരുന്നു. അതായത് ആ ലാൻഡ് ഓഫ് സ്നോയുടെ ഒറിജിനൽ കിരീടാവകാശി. ബാക്ക് സ്റ്റോറിയിലേക്ക് കടക്കുമ്പോൾ ഈ പറഞ്ഞ യൂക്കിയുടെ അച്ഛനായിട്ടുള്ള സൊസിറ്റ്സു എന്ന് പറയുന്ന ആളായിരുന്നു അവിടുത്തെ രാജാവ്. ഇദ്ദേഹം ഒരു കൈൻഡ് റൂളറായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര ധാർമ്മികതയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് രൂപേണ കുറെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളായിരുന്നു. എന്നിരുന്നാലും ഇദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഡോട്ടോയാണ് ഇദ്ദേഹത്തെ കൊന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കിങ്ഡം സീസ് ചെയ്യാനും ആ ഒരു സ്നോയിനെ ഫ്രോസൺ ആക്കുവാനും ആ ഒരു വേസ്റ്റ് ലാൻഡിനെ മിലിറ്ററൈസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീഡി ആഗ്രഹം വെച്ചിട്ട് സ്വന്തം ബ്രദറിനെ തന്നെ കൊല്ലുകയാണ്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ സൊസിറ്റ്സു ഒരു സീക്രട്ട് ട്രഷർ ഹിഡ് ചെയ്ത് വെച്ചിരുന്നു, അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നു. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഓഫ് സ്നോയിൽ സ്പ്രിങ് എങ്ങനെ കൊണ്ടുവരാം. ഈ ഒരു സീക്രട്ട് പിന്നെ എടുക്കുവാൻ വേണ്ടിയാണ് ഡോട്ടോ കിടന്ന് പരിശ്രമിക്കുന്നത്. കാരണം സ്പ്രിങ്ങും കൂടെ ലാൻഡ് ഓഫ് സ്നോയിൽ വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് പവർ നമ്മുടെ ഡോട്ടോയ്ക്ക് കിട്ടും. സോ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മുടെ യൂക്കിനെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞാണ് ഈ ഫൈനൽ ബാറ്റിൽ വരുന്നത്. അതായത് നാറൂട്ടോയും സാസ്കയും സാക്കുറോയും കക്കാഷിയും കൂടെ ചേർന്ന് ഡോട്ടോയുടെ ഫോർട്ടസിൽ കയറിയിട്ട് കൊയോക്കിനെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ടൈമിൽ നമ്മുടെ കക്കാഷിയുടെ പാസ്റ്റ് പറയുന്നുണ്ട്. അതായത് കക്കാഷി പണ്ട് അൻബു ബ്ലാക്ക് ഓപ്സിലായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഈ കൊയൂക്കി, അതായത് ആക്ട്രസ് കുഞ്ഞായിരുന്നു. അവിടുന്ന് അൻബുവിലെ കോൾഡ് ബ്ലഡഡ് കക്കാഷി അവിടുന്ന് അവളെ രക്ഷിച്ചുകൊണ്ട് പോരുകയായിരുന്നു. ആ ടൈമിൽ കക്കാഷി തന്നെ പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് അവിടുന്ന് പോകുന്നതാണ്, കാരണം ഞാൻ ഒറ്റയ്ക്ക് അവരെ എനിക്ക് എതിർക്കുവാൻ കഴിയുമായിരുന്നില്ല, അതുകൊണ്ട് ഇവളെ രക്ഷിച്ചുകൊണ്ട് ഞാൻ പോകുന്നുവെന്ന്.
സോ ആ പാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇവരിപ്പോൾ യൂക്കിനെ അവരുടെ തന്നെ ഫോർട്രസിൽ കയറി റെസ്ക്യൂ ചെയ്യാനിരിക്കുകയാണ്. നമ്മുടെ ഡോട്ടോയ്ക്കാണെങ്കിൽ കുറേ എലൈറ്റ് സ്നോ നിഞ്ചാസ് ഉണ്ടെങ്കിലും അതിൽ 3 പേരാണ് എലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ റോഗയും ഫുബൂക്കിയും പിന്നെ ഫൈനലി മിസോറിയും. സോ സിനിമയുടെ അവസാന ഭാഗമാകുമ്പോഴേക്കും കക്കാഷി വേഴ്സസ് റോഗയും സാസ്കെ വേഴ്സസ് ഫുബൂക്കിയും ഫൈനലി ദ മൂവീസ് ഫൈനൽ ആൻഡ് ഐക്കോണിക് ബാറ്റിൽ ആയിട്ടുള്ള ഡോട്ടോ വേഴ്സസ് നാറൂട്ടോയുമാണ് നടക്കുന്നത്. ടെമ്പററി ആയിട്ട് നമ്മുടെ ഡോട്ടോ നാറൂട്ടോയുടെ ചക്ര അബ്സോർബ് ചെയ്യുമെങ്കിലും നാറൂട്ടോ 7 കളേർഡ് ചക്ര ക്രിസ്റ്റൽ എന്ന് പറയുന്ന ആ ഒരു സാധനം ഉപയോഗിച്ച് റസങ്കൻ ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ബ്ലൈൻഡിങ് എക്സ്പ്ലോഷൻ ഓഫ് എനർജി അങ്ങോട്ട് വിടും. ഇതോടുകൂടി ഡോട്ടോയുടെ കഥ ടിം. നാറൂട്ടോ പുറപ്പെടുപ്പിച്ച ഈ ഒരു എക്സ്പ്ലോഷൻ ഹൈഡൻ ട്രഷർ ആയിട്ടുകൊണ്ടിരുന്ന ആ ഒരു സോളാർ എനർജി ഉണ്ടല്ലോ, ഇവളുടെ അച്ഛൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സാധനം സ്പ്രിങ്ങിനെ കൊണ്ടുവരാൻ പറ്റുന്നത്, അത് ഒരു സോളാർ എനർജി ജനറേറ്റർ എന്ന രൂപേണ അവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ടു. സോ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലാൻഡ് ഓഫ് സ്നോയിനെ പതിയെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഐസി കിങ്ഡത്തിനെ ഒരു ലാൻഡ് ഓഫ് എറ്റേണൽ സ്പ്രിംഗ് കിങ്ഡമായി മാറുവാൻ തുടങ്ങി. തുടർന്ന് ഇപ്പോൾ മെയിൻ വില്ലനും മരിച്ചു കഴിഞ്ഞല്ലോ. സോ നമ്മുടെ ക്യൂഗി അവിടുത്തെ ന്യൂലി ക്യൂനായിട്ട് മാറുകയും ലാൻഡ് ഓഫ് സ്പ്രിങ് ഭരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു മൂവിയുടെ അവസാനെത്തുമ്പോൾ ആദ്യം വലിയ ഹോപ്പൊന്നും ഇല്ലായിരുന്ന ക്യൂക്കിക്ക് നാറൂട്ടോ കാരണം അവളുടെ ഡ്രീംസിലെല്ലാം ഫെയ്ത്ത് ഉണ്ടാകുകയും അൺഷീക്കബിൾ ആയിട്ടുള്ള ഒപ്റ്റിമിസത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി സിനിമ അവസാനിക്കുന്നത് നാറൂട്ടോയ്ക്ക് ഒരു ഓട്ടോഗ്രാഫും കൊടുത്തിട്ട് എന്തുവാ പറയണ്ടേ, ടീം 7 ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, അടുത്തൊരു മൂവി ഉണ്ടെങ്കിൽ നാറൂട്ടോയ്ക്ക് ഒരു ചെറിയ റോൾ വരെ തരാമെന്ന്. നമ്മുടെ ക്ലംസി ആയിട്ടുള്ള നാറൂട്ടോ കോമിക് വേയിൽ അതിനെ എടുക്കുകയും തുടർന്ന് നാറൂട്ടോ ഒരു ചെറു പുഞ്ചിരിയോടെ ഒരു സൺറൈസ് നോക്കി കാണുകയുമാണ് ചെയ്യുന്നത്. ഇത് സിംബലൈസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഹോപ്പിനെയാണ്. പിന്നെ ഈ മൂവി ഒരു കാനോൺ മൂവി അല്ല, അതായത് ഇതൊരു ഫില്ലർ മൂവിയാണ്. അതായത് മാങ്കയിലെ ഈ ഒരു മൂവിയെ പറ്റി ഒരു പരാമർശവുമില്ല. ബട്ട് ക്രോണോളജിക്കലി പറയുകയാണെങ്കിൽ OG നാറൂട്ടോ സീരീസിൻ്റെ എപ്പിസോഡ് 101 അവസാനമായിട്ട് കുറച്ച് ഫില്ലേഴ്സ് ഉണ്ട്. അതായത് കക്കാഷിയുടെ ട്രൂ ഫേസ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഫണ്ണി ഫില്ലർ എപ്പിസോഡ്സ്. ഈ എപ്പിസോഡ്സിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ടാണ് ഈ ഒരു മൂവി കഥ നടക്കുന്നതെന്ന് കാണിക്കുന്നത്. നാറൂട്ടോ ഫസ്റ്റ് മൂവി ഏകദേശം 82 മിനിറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു സംഗ്രഹമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത് കാനോൺ മൂവി അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിലും പറയണമെന്ന് തോന്നുന്നില്ല. മെയിൻലി നമ്മുടെ റസങ്കൻ എങ്ങനെ മാസ്റ്റർ ചെയ്യുന്നു, ഇവരുടെ ടീം 7 കോമ്പിനേഷൻ, കക്കാഷി എങ്ങനെയാണ് ഇവരെയൊക്കെ പഠിപ്പിക്കുന്നത്, ആ ഒരു രീതിയിൽ മാത്രമേ ഇതിനെ എടുക്കാനുള്ളൂ. ഒരു കാനോൺ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു മൂവിയിലില്ല. സോ എന്തായാലും ഇനി അടുത്ത് നാറൂട്ടോ മൂവി നമ്പർ 2 എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. Told you